ഹലോ, ഇന്ന് ഞാൻ മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, നെയ് റോസ്റ്റ് ചുടുന്ന മക്കളൊക്കെ ആയിട്ട് ഒരു സിമ്പിൾ മോർണിംഗ് റൂട്ടീൻ. അതിന്റെ ബാലൻസ് പാർട്ട് കേട്ടോ. എല്ലാം കൂടെ ഒരുമിച്ചിട്ടാലേ വീഡിയോയ്ക്ക് ലെങ്ത് കൂടും. അതുകൊണ്ട് ഞാൻ സിമ്പിൾ ഷോർട്സ് ആയിട്ട് ഇതിട്ടേക്കുക. അപ്പം എന്താണ്ട് ഞാൻ ദോശ എല്ലാവരും ഒന്നും കഴിക്കത്തില്ല കേട്ടോ. ഇക്കാട് ഉമ്മാക്ക് ദോശ ഉഴുന്നൊന്നും പിടിക്കത്തില്ല. അപ്പം ഉമ്മാക്കാട്ട് ഞാൻ പുഴുങ്ങാം കേട്ടോ. അപ്പം അതിനായിട്ട് ഞാനൊരു ഈസി ആയിട്ട് നല്ല നമ്മുടെ ഇടിയപ്പം പൊടിയൊക്കെ വെച്ച് നമുക്ക് പെട്ടെന്ന് അരിപ്പുട്ട് പുഴുങ്ങാം, നല്ല സോഫ്റ്റ് ആയിട്ട്. അങ്ങനെ ഒരു ടിപ്സ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത് ഞാൻ കടയിൽ നിന്ന് വാങ്ങുന്ന മാവാ കേട്ടോ, മറ്റേ ഇടിയപ്പമൊക്കെ പുഴുങ്ങുന്ന കടയിൽ നിന്ന് വാങ്ങുന്ന മാവ്. അപ്പം അത് വെച്ച് ഞാൻ എളുപ്പത്തിൽ പുഴുങ്ങി കാണിച്ചു തരാം കേട്ടോ. അതിൻ്റെ ഇത് വന്നിട്ട് നെയ്യ് വേണമെന്ന് പറഞ്ഞാൽ അവൻ ഇച്ചിരി നെയ്യ് കൊടുത്തിട്ട് ഞാൻ എൻ്റെ ജോലിയിലോട്ട് പോയി. അപ്പം അതിനായിട്ട് ഞാൻ സാധാരണ നമ്മുടെ ഉപ്പിട്ട പച്ചവെള്ളം നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് നല്ലപോലെ നനച്ച് കൊടുത്തു കേട്ടോ. വെള്ളം ഇച്ചിരി കൂടി നിൽക്കുന്ന രീതിയിൽ നനച്ച് കൊടുത്തിട്ട് അത് ഞാൻ മിക്സിയിലെ ജാറിലോട്ട് ഇട്ടിട്ട്, മിക്സിയുടെ ജാറ് കുറച്ച് ഇട്ട് കൊടുക്കട്ടെ, തിങ്ങി നിറഞ്ഞിരിക്കും. അത് കുറച്ചിട്ട് കൊടുത്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് പൾസ് ചെയ്തപ്പോഴത്തേക്കും ആ മാവെല്ലാം കൂടെ മിക്സായിട്ട് നല്ല തരി പോലെ നിൽക്കും. നമ്മുടെ പുട്ട് പുഴുങ്ങാൻ പരുവായിട്ടിട്ട് എന്നിട്ട് അതങ്ങോട്ട് വെച്ച് തേങ്ങയും ചേർത്ത് പുട്ട് പുഴുങ്ങി നല്ല സൂപ്പർ, നല്ല സോഫ്റ്റ്. നമുക്ക് ചുമ്മാ കടിച്ച് വേണം ഇരുത്തുന്നത്. പുട്ടിനായിട്ട് നമ്മൾ ആ പാത്രത്തിൽ പുട്ട് വെക്കുമ്പോഴും ഒരുപാട് കുത്തി നിറയ്ക്കരുത്, കുറച്ച് സ്പേസ് ഇട്ടാൽ അത്രയും നല്ല പുട്ട് അത്രയും സോഫ്റ്റ് ആയിരിക്കും. അപ്പോഴത്തേക്കും നമ്മുടെ വെന്ത ആവിയൊക്കെ വന്നിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഞാൻ കിച്ചണും വൃത്തിയാക്കി ആ പാത്രങ്ങളും വെള്ളം ഒഴിച്ചേ കരുതത്തുള്ളൂ, സോപ്പിടേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ